ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റിക്രൂട്ട്മെൻറ്റ് 2024 ആണ്. ടോട്ടൽ 345 പോസ്റ്റാണ് ഗ്രൂപ്പ് എയിലും ബിയിലും സിയിലുമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ റോഡ് ടു ജോബ് ഫോർ മോർ വീഡിയോസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡീറ്റെയിൽസ് ഓഫ് വാക്കൻസീസ്: അസിസ്റ്റൻറ്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ് ഫോർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലെവൽ 10 പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഗ്രോസ് സാലറി ഏകദേശം 90,000 എബോ ആയിരിക്കും. മാക്സിമം ഏജ് 35 ഇയേഴ്സ്. ടോട്ടൽ വാക്കൻസി 1, അത് EWSലാണ്. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ലെവൽ 10 തന്നെയാണ്, 35 ഇയേഴ്സ്, ഒരു പോസ്റ്റ്, അത് OBC കാറ്റഗറിയിലാണ്. നെക്സ്റ്റ് വൺ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹിന്ദി, ലെവൽ 10 തന്നെയാണ്, 35 ഇയേഴ്സ്, ടോട്ടൽ വാക്കൻസി 1, അത് ജനറൽ കാറ്റഗറിയാണ്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. പേഴ്സണൽ അസിസ്റ്റൻറ്റ് ലെവൽ 6 ആണ്, ബേസിക് പേ ആയിട്ട് 35,400 ആണ്. ടോട്ടൽ ഗ്രോസ് സാലറി ഏകദേശം 70,000 എബോ ആയിരിക്കും. ടോട്ടൽ വാക്കൻസീസ് 27 ആണ്. ജനറൽ 12, EWS 2, SC 4, ST 2, OBC 7. അതിൽ 2 പോസ്റ്റ് PWD, 1 VI, 1 OH. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ലെവൽ 6, 43 പോസ്റ്റാണുള്ളത്. ജനറൽ 15, EWS 5, SC 6, ST 3, ഈ OBC 14, അതിലൊന്ന് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, ഒരു പോസ്റ്റേ ഉള്ളൂ, അത് ജനറൽ കാറ്റഗറിയിലാണ് പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. സ്റ്റെനോഗ്രാഫർ ലെവൽ 4 27 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ്. 19 വാക്കൻസി ഉണ്ട്. 10 ജനറൽ കാറ്റഗറി, 2 EWS കാറ്റഗറി, 1 SC, 2 ST, 4 OBC, അതിലൊന്ന് വിഷ്വൽ ഇമ്പയർമെൻറ്റ്. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലെവൽ 4, 27 ഇയേഴ്സ്, 128 പോസ്റ്റാണ്. ജനറൽ 58, 12 EWS, 19 SC, 5 ST, 34 OBC, 5 PWD കാൻഡിഡേറ്റ്സിന്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലെവൽ 2 27 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ്. 78 പോസ്റ്റ് ഉണ്ട്. ജനറൽ 32, EWS 8, SC 10, ST 6, OBC 22. അതിൽ 2 പോസ്റ്റ് PWD കാൻഡിഡേറ്റ്സിനാണ്, 1 ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, 2 ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. നെക്സ്റ്റ് ഗ്രൂപ്പ് ബി ലബോറട്ടറി ടെക്നിക്കൽ പോസ്റ്റുകളെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി ലെവൽ 6, 27 പോസ്റ്റ് ഉണ്ട്. 16 ജനറൽ കാറ്റഗറി, EWS 2, SC 1, ST 4, OBC 4, അതിൽ 3 PWD കാൻഡിഡേറ്റ്സിനാണ്. അതിൽ തന്നെ കാറ്റഗറി ഡിസിപ്ലിൻ വൈസ് വാക്കൻസീസ്: മെക്കാനിക്കൽ ടോട്ടൽ വാക്കൻസി 13, ജനറൽ 7, EWS 1, SC 1, ST 2, OBC 2. കെമിക്കൽ 12 വാക്കൻസി, 7 ജനറൽ, EWS 1, ST 2, OBC 2. മൈക്രോബയോളജി ടോട്ടൽ 2 പോസ്റ്റ്, അത് 2 ജനറൽ കാറ്റഗറിക്കാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. സീനിയർ ടെക്നീഷ്യൻസ് ലെവൽ 4, 27 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ വാക്കൻസി 18 ആണ്. ജനറൽ 11, EWS 1, SC 1, ST 1, OBC 4, PWD 2. അതിൽ തന്നെ ഡിസിപ്ലിൻ വൈസ് നോക്കുവാണെങ്കിൽ കാർപ്പൻറ്റർ 7 വാക്കൻസി ഉണ്ട്. ജനറൽ 3, EWS 1, SC 1, ST 1, OBC 1. വെൽഡർ ടോട്ടൽ വാക്കൻസി 1 ജനറലാണ്. പ്ലംബർ 2 വാക്കൻസി ഉണ്ട്, 1 ജനറലും 1 OBCയിലുമാണ്. നെക്സ്റ്റ് വൺ ഫിറ്റർ 5 വാക്കൻസി ഉണ്ട്. ജനറൽ 4, 1 OBC. നെക്സ്റ്റ് വൺ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ 3 വാക്കൻസി ഉണ്ട്. ജനറൽ 2, OBC 1. ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഓർ വയർമാൻ ലെവൽ 2 27 ഇയേഴ്സ് ആണ്, ഒരു വാക്കൻസി ഉള്ളൂ, അത് OBC കാറ്റഗറിയിലാണ് വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷനിൽ PWD കാറ്റഗറിയുടെ അബ്രിവേഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ID ആൻഡ് MI MD ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് മെൻ്റൽ ഇൽനെസ് ഓർ മൾട്ടിപ്പിൾ ഡിസീസ്. അടുത്തതായിട്ട് ഓരോ പോസ്റ്റിനും ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻറ്റ്, ഈ കോഴ്സുകളാണ്. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ, മാസ്റ്റേഴ്സ് ഡിഗ്രി വിച്ച് മീൻസ് MBA മാർക്കറ്റിംഗ്.
5 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ് കൂടി എക്സ്പീരിയൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹിന്ദി, മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹിന്ദിയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ 5 ഇയർ എക്സ്പീരിയൻസ് ഇൻ ടെർമിയോളജിക്കൽ വർക്ക് ഇൻ ഹിന്ദി ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടാവും, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റും കൂടി ഉണ്ടാവും. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും ഉണ്ടാവും, ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടാവും. അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ 5 ഇയർ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ സ്റ്റെനോഗ്രാഫർ, ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് പ്ലസ് ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ്. അപ്പോൾ ഈ 3 ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റെനോഗ്രാഫർക്ക്. സീനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ്, ബാച്ചിലേഴ്സ് ഡിഗ്രി, ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ, വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റ്, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റും ഉണ്ടാവും. നെക്സ്റ്റ് വൺ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും ഉണ്ടാവും, ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടാവും. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലാബ് ഫോർ മെക്കാനിക്കൽ ഡിസിപ്ലിന് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ വിത്ത് മിനിമം 60% മാർക്ക് ഉണ്ടാവണം. ഫോർ കെമിക്കൽ ഡിസിപ്ലിൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്, കെമിസ്ട്രിയാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വൺ ഓഫ് ദ മെയിൻ സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരിക്കണം. അടുത്തത് മൈക്രോബയോളജി ഡിസിപ്ലിന് BSc മൈക്രോബയോളജിയാണ് ചോദിച്ചിട്ടുള്ളത് വിത്ത് 60% മാർക്ക്. നെക്സ്റ്റ് വൺ സീനിയർ ടെക്നീഷ്യൻ SSLC, ITI സർട്ടിഫിക്കറ്റ്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കാർപ്പൻറ്റർ, 2 ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടിയുണ്ട്. നെക്സ്റ്റ് വൺ ടെക്നീഷ്യൻ SSLC പ്ലസ് ITI പ്ലസ് അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. ആദ്യത്തെ 3 അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റ് ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹിന്ദി 3നും ഓൺലൈൻ എക്സാം പ്ലസ് ഇൻ്റർവ്യൂ ആണ് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. നെക്സ്റ്റ് വൺ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ്. അതിന് ആദ്യത്തേത് ഓൺലൈൻ എക്സാം, പിന്നെ സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ്. അപ്പോൾ 4 പ്രോസസ്സ് ഉണ്ട്. അടുത്തതായിട്ട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഓൺലൈൻ എക്സാം, സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ്. അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈന് ഓൺലൈൻ എക്സാം പ്ലസ് പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ്. സ്റ്റെനോഗ്രാഫർ ഓൺലൈൻ എക്സാം പ്ലസ് സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ്. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓൺലൈൻ എക്സാം പ്ലസ് ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റ്, വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റ്, സ്പീഡ് ടെസ്റ്റ്, പവർ പോയിൻറ്റ് ടെസ്റ്റ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓൺലൈൻ എക്സാം പ്ലസ് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലാബ്, സീനിയർ ടെക്നീഷ്യൻ ഈ 3 പോസ്റ്റിനും ഓൺലൈൻ എക്സാമും പ്രാക്ടിക്കൽ ഓർ സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ എക്സാം നോക്കാം. ആദ്യത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹിന്ദി, ഫിനാൻസ്, മാർക്കറ്റിംഗ് ഈ 3നും കൂടി. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ഫോർ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹിന്ദി, ഫിനാൻസ്, മാർക്കറ്റിംഗ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 50, മാക്സിമം മാർക്ക് 50. ബൈലിംഗ്വൽ ആയിരിക്കും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും ക്വസ്റ്റ്യൻ. ടോട്ടൽ 150 ക്വസ്റ്റ്യൻ 150 മാർക്ക് 120 മിനിറ്റ്സ് ഡ്യൂറേഷൻ. അതിൽ 50% മാർക്കാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് സീനിയർ ടെക്നീഷ്യൻ. അതിൽ ചോദിച്ചിട്ടുള്ളത് ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് ആണ് ഫസ്റ്റ് സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ 50 മാർക്ക് 50 ക്വസ്റ്റ്യൻ. ജനറൽ അവയർനെസ് 25-20 ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25-20 ക്വസ്റ്റ്യൻ. ഈ 3നും കൂടി 50 സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻ 150 മാർക്ക് 120 മിനിറ്റ് ആണ് ഡ്യൂറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ 50% മാർക്ക് മിനിമം ക്വാളിഫയിങ് മാർക്കാണ്. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫ് പേഴ്സണൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, സീനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ്. ഇതിൽ കൊടുത്തിട്ടുള്ള എക്സാം പാറ്റേൺ ജനറൽ ഇൻ്റലിജൻസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ മൊത്തം ടോട്ടൽ 150 ക്വസ്റ്റ്യൻ 150 മാർക്ക് 120 മിനിറ്റ്സ് ഡ്യൂറേഷൻ. ബൈലിംഗ്വലായിരിക്കും. 50% ആണ് മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഏജ് റിലാക്സേഷൻ ആണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. OBC 3 ഇയർ, PWD ജനറൽ 10 ഇയർ, PWD OBC 13, PWD SC/ST 15 വർഷം. എക്സ് സർവീസ് മെൻ 5 ഇയേഴ്സ് ഫോർ ഗ്രൂപ്പ് A, B പോസ്റ്റ്. ഗ്രൂപ്പ് C പോസ്റ്റുള്ളവർക്ക് ജനറൽ കാറ്റഗറിക്ക് 3 ഇയേഴ്സ്. ഗ്രൂപ്പ് C പോസ്റ്റ് എക്സ് സർവീസ് OBC 6 ഇയേഴ്സ്. ഡിഫൻസ് പേഴ്സണൽ 3 ഇയേഴ്സ്. ഡിഫൻസ് സ്പെഷ്യൽ ഡിസേബിൾഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ 8 ഇയേഴ്സ്.
ഫോർ ഗ്രൂപ്പ് സി പോസ്റ്റ് വിഡോസ് വിമൺ 35 ഇയേഴ്സ് വരെ ഉണ്ട്. BIS എംപ്ലോയീസ് ആണെങ്കിൽ അപ് ടു 50 ഏജ് വരെ നമുക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ്. ബ്രാക്കറ്റിൽ ടെൻറ്റേറ്റീവ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. കേരളത്തിൽ 2 സെൻറ്റേഴ്സാണ് എക്സാമിനേഷൻ സെൻറ്ററായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ തിരുവനന്തപുരം, സെക്കൻഡ് വൺ എറണാകുളം. ഈ 2 സെൻറ്റേഴ്സ് മാത്രമേ കേരളത്തിലുണ്ടാവൂ. അതുപോലെ തന്നെ ലക്ഷദ്വീപിലും സെൻറ്റേഴ്സ് ഉണ്ട്. ലക്ഷദ്വീപിലെ ക്യാപിറ്റലായ കവരത്തി ദ്വീപിലാണ് ലക്ഷദ്വീപിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹോൾ ടിക്കറ്റ് ഓർ അഡ്മിറ്റ് കാർഡ്. അപ്പോൾ സെപ്പറേറ്റ് ഹാർഡ് കോപ്പി ഒന്നും അയച്ചു തരാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇൻറ്റിമേഷൻ മെസ്സേജ് മെയിലിലേക്കും SMS ആയിട്ടും അവർ അയച്ചു തരുന്നതാണ്. നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹിന്ദി ഫിനാൻസ് മാർക്കറ്റിംഗ് 800 രൂപയാണ് ജനറൽ കാറ്റഗറി. ബാക്കിയുള്ള സബ്ജക്റ്റിന് 500 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. SC ST PWD വിമൺ BA സർവീസ് എംപ്ലോയീസ് എക്സ് സർവീസ്മെൻ ഈ പറയുന്ന കാറ്റഗറീസിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ ഓഫ് ഇവൻറ്റ്സ് ആണ്. 9th സെപ്റ്റംബർ മുതൽ 30th സെപ്റ്റംബർ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇഷ്യൂ ഓഫ് അഡ്മിറ്റ് കാർഡ് ഫോർ ഓൺലൈൻ എക്സാം 10 days ബിഫോർ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ഓൺലൈൻ എക്സാമിനേഷൻ ടെൻറ്റേറ്റീവ് ആണ്, November 2024 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ടു ജോബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് തരുന്നതാണ്. താങ്ക്